ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതിന് എല്ലാ ആശുപത്രികളിലും ഹീറ്റ് ക്ലിനിക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ആകെ 1444 കേസുകളാണ് ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിച്ചിരുന്നത്. ഈ വർഷം ഇതിനോടകം 156 കേസുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവയിൽ കൂടുതലും പാലക്കാട് ജില്ലയിലാണ്. അതുകൊണ്ട് പാലക്കാട്, കാസർഗോഡ് ജില്ലകളിൽ താപനില കൃത്യമായി മോണിറ്റർ ചെയ്തുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കും. ചൂട് വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട് തൊഴിൽ സമയക്രമം പുനഃക്രമീകരിച്ചിട്ടുണ്ട്. നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാൻ സാധ്യതയുള്ള തൊഴിലാളികൾക്ക് ആവശ്യമായ സുരക്ഷയും സൗകര്യങ്ങളും തൊഴിലിടങ്ങളിൽ ഒരുക്കണം. പഠന പിന്തുണ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഈ സമയത്ത് സ്കൂളുകൾ നടക്കുന്ന ക്ലാസ്സുകൾ കഴിവതും ഉച്ചയ്ക്ക് മുൻപ് അവസാനിപ്പിക്കണം. സ്കൂളുകളിൽ കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കുന്നതിനായി വാട്ടർ ബെൽ സംവിധാനം തുറന്നു വരുന്നുണ്ട്. ഉഷ്ണകാലത്ത് വന്യജീവികൾക്ക് കാട്ടിനുള്ളിൽ ആവശ്യത്തിന് ജലലഭ്യത ഉറപ്പാക്കുന്ന നടപടികൾ സ്വീകരിക്കും. വിസ്റ്റ ക്ലിയറൻസും കുളം, പുൽത്തകടി എന്നിവയുടെ നവീകരണവും നടപ്പിലാക്കും. വനത്തിനുള്ളിൽ ഫലവൃക്ഷങ്ങളും നടും. വളർത്തുമൃഗങ്ങളുടെ കൂടിന് മുകളിൽ ഇലകളിട്ട് മൂടിയും ഇടയ്ക്കിടയ്ക്ക് വെള്ളം സ്പ്രേ ചെയ്തും അവയെ ചൂടിൽ നിന്നും സംരക്ഷിക്കാവുന്നതാണ്. പകൽ ചൂട് കൂടുതലുള്ള സമയത്ത് മൃഗങ്ങളെ മേയാൻ വിടുന്നത് ഒഴിവാക്കണം.